നമ്മുടെ വീട്ടുമുറ്റം അതിമനോഹരമാക്കുന്ന ചൈനീസ് ബോൾസത്തിൽ തന്നെ വരുന്ന ഒരു വെറൈറ്റിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഞാൻ അശ്മി സുൽത്താന. വെൽക്കം ടു സുലൂസ് ഡയറീസ്. അപ്പോൾ ചൈനീസ് ബോൾസത്തിൽ വരുന്ന ജുനിയ ഇംപേഷ്യൻസ് എന്ന് പറയുന്ന വെറൈറ്റി എങ്ങനെയാണ് നമ്മൾ കെയർ ചെയ്യേണ്ടത്, പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് സീസണൽ പ്ലാന്റ് ആണ്, പക്ഷേ അതിനെ നമ്മൾ കുറച്ച് കെയറിങ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എല്ലാ സീസണിലും നല്ല രീതിയിൽ ഫ്ലവർ ചെയ്ത് നിൽക്കും. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി വിചാരിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ചെറിയ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് പ്ലാന്റ്സ്, ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ആവശ്യമുള്ളവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജായ സുലൂസ് ഡയറീസ്, ഫേസ്ബുക്ക് പേജും കൂടി ഫോളോ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം നമ്മൾ വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ മറ്റുള്ളവർക്കും കൂടി അതൊരു അറിവായിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എങ്ങനെ നമ്മളുടെ ഈ ഇംപേഷ്യൻസിനെ കെയർ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫ്ലവർ ചെയ്യേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇംപേഷ്യൻസ് അഥവാ ചൈനീസ് ബോൾസം എന്ന് പറയുന്നത് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്, ഒരുപാട് കളർ ഷെയ്ഡുകളുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 12 കളർ ഷെയ്ഡാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇതിന് എപ്പോഴും ഈ ഇൻഫെക്ഷൻ ഉണ്ടാവാറുണ്ട്. വെള്ളം കൂടിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഇലകൾ യെല്ലോയിഷ് ആയിട്ട് പ്ലാന്റ് ഫുള്ള് ചീഞ്ഞു പോകും. അപ്പം വെള്ളം ഒഴിക്കുന്നതാണ് ഫസ്റ്റ് നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യം. അപ്പോൾ ഡെയിലി നമുക്ക് വെള്ളം ഒഴിക്കാം. ഡെയിലി വെള്ളം ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പോട്ടി മിക്സ് അനുസരിച്ച് വേണം വെള്ളം ഒഴിക്കാനായിട്ട്. അപ്പോൾ പോട്ടി മിക്സ് വളരെ കട്ടിയുള്ളതാണെങ്കിൽ, അതായത് ഒരുപാട് വളങ്ങളും ജൈവവളങ്ങളും ഒക്കെ ചെന്ന് ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ചെളി പോലുള്ളൊരവസ്ഥയിലാണെങ്കിൽ നമുക്ക് ഡെയിലി വെള്ളം ഒഴിക്കാൻ പറ്റത്തില്ല. ചില സമയത്ത് ഉച്ചയൊക്കെ ആകുമ്പോൾ ഭയങ്കര വെയിലടിക്കുന്ന സമയത്ത് അങ്ങ് വാടിപ്പോവും. അപ്പോൾ അങ്ങനെയുള്ള പോട്ടി മിക്സിലായിരിക്കും നമ്മൾ നഴ്സറികളിൽ നിന്ന് വാങ്ങിക്കുന്നത്. അപ്പോൾ ആ പോട്ടി മിക്സ് മാറ്റിയിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പോട്ടി മിക്സ് തയ്യാറാക്കുന്നത് അനുസരിച്ചിട്ടാണ് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത്. അപ്പം മണൽ കൂടുതലിട്ടിട്ട്, അല്ലെങ്കിൽ മണലിന് പകരം എംസാൻഡ് ഉപയോഗിക്കാം. ഇപ്പം ചകിരിച്ചോറ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ചകിരിച്ചോറ് ഇടുമ്പോൾ വെള്ളം വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കും. അപ്പോൾ വെള്ളം ഒഴിക്കുന്നത് നമ്മളുടെ പോട്ടി മിക്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഡെയിലി വെള്ളം ഒഴിക്കാവുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ നല്ല രീതിയിൽ വെള്ളം വാർന്നു പോകുന്ന പോട്ടി മിക്സ് ആണെങ്കിൽ ഡെയിലി വെള്ളം ഒഴിക്കുക. അല്ലെങ്കിൽ ഒരുപാട് ചെളി പോലെയുള്ള പോട്ടി മിക്സ് ആണെന്നുണ്ടെങ്കിൽ പോട്ടി മിക്സ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വെള്ളം ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് പോട്ടി മിക്സ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. പോട്ടി മിക്സ് റെഡിയാക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ശ്രദ്ധിക്കാനുള്ളത് മണൽ അല്ലെങ്കിൽ നമ്മളുടെ എംസാൻഡ്, അത് രണ്ടും മാത്രം വെച്ചിട്ട് തന്നെ നമുക്ക് പോട്ടി മിക്സ് റെഡിയാക്കാം. വളരെ കുറച്ച് വളം ചേർക്കാം. ഇപ്പോൾ നമ്മൾ അടീനിയത്തിനൊക്കെ പോട്ടി മിക്സ് റെഡിയാക്കുമ്പോൾ അതേ രീതിയിലുള്ളൊരു പോട്ടി മിക്സ് നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ ഈ ബോൾസം പ്ലാന്റുകൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒന്നുമില്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന മണ്ണുണ്ടെങ്കിൽ അത് മാത്രം മതി. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോട്ടി മിക്സ് എന്ന് പറയുന്നത് ചകിരിച്ചോറ് മാത്രം ഇട്ടുള്ള രീതി. ചകിരിച്ചോറ് മാത്രം ഇട്ട് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷന് ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരു 4 ദിവസമൊക്കെ കൂടുമ്പോൾ വെള്ളം ഒഴിച്ചാൽ വളരെ കെയർഫുള്ളായിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ സേഫായിട്ടുള്ള ഈ മണൽ, പെർലൈറ്റ്, വെർമിക്കുലേറ്റ് അതൊക്കെ വെച്ചിട്ടുള്ള ഒരു പോട്ടി മിക്സ് ആണ് റെഡിയാക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ലാതെ നന്നായിട്ട് പ്ലാന്റ് വളരും. ഈ സീസൺ സമയത്തൊന്നും കേടായി പോകത്തില്ല. ഇപ്പോൾ നല്ല വേനൽ സമയത്താണ് നന്നായിട്ട് പൂക്കുന്നതും നല്ല രീതിയിൽ ലക്ഷമായിട്ട് പ്ലാന്റ് നിൽക്കുന്നതും. ഇപ്പോൾ മഴ തുടങ്ങുന്ന സമയത്താണ് ഇതിൻ്റെ സീസൺ അല്ല എന്ന് പറയുന്നത്. അപ്പം ആ സമയത്തും ഇത് നന്നായിട്ട് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ മണലിൽ പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ മണൽ
അതിൻ്റെ കൂടെ പെർലൈറ്റ്, വെർമിക്കുലേറ്റ്, കുറച്ച് കരിയുടെ പൗഡി എല്ലാം കൂടി ഇട്ടിട്ട് പോട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും. അത് മാത്രം മതി. നമുക്ക് ഒരു കാരണവശാലും പ്ലാന്റ് കേടാവത്തില്ല. മഴയത്ത് വെച്ചാൽ തന്നെ ചീഞ്ഞ് പോകാതെ നല്ല രീതിയിലിരിക്കും. അപ്പോൾ അതാണ് പോട്ടി മിക്സിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് കണ്ടോ, ഇതിൻ്റെ ചുവട് ഭാഗത്ത് വളരെ കട്ടിയുള്ള മണ്ണ്. അതിപ്പോൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച അതേ രീതിയിലിരിക്കുന്ന മണ്ണാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മണ്ണുകളിൽ ഇരിക്കുമ്പോഴാണ് പ്ലാന്റ് കേടാവുന്നത്. അതുപോലെ തന്നെ ഇതിലൊരു റിങ് ഇരിക്കുന്നുണ്ട്, ഒരു ചെറിയ പോട്ട്. അപ്പോൾ ഈ പോട്ട് നമ്മൾ കഴിയുന്നത് ഇളക്കുന്നതാണ് നല്ലത്. ഈ പോട്ട് ശരിക്കും വെക്കുന്നത് ഒന്ന് ഈ പ്ലാന്റ് നന്നായിട്ട് ഉറച്ചിരിക്കാനാണ്. പിന്നെ ഇങ്ങനെ ഈ പോട്ട് ഇരിക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് തൈകൾ പൊട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പം നഴ്സറി പോട്ടുകളിൽ വരുമ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു റിങ് മാറ്റിയിട്ട് വേണം നടാനായിട്ട്. അപ്പോൾ ഈ പോട്ടുകളൊക്കെ ഞാൻ റീപോട്ട് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഈ പ്ലാന്റിൽ നിന്ന് ഇനി ഈ പോട്ട് മാറ്റി ദൂരി കളഞ്ഞിട്ട് ഇതിന് നമ്മൾ പുതിയ തൈകളൊക്കെ ആക്കി വേറെ നല്ല പോട്ടിംഗ് മിക്സിലോട്ട് മാറ്റാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്ലാന്റ് ഗ്രോ ആവുന്നതായിരിക്കും. ഈ വെറൈറ്റികൾക്ക് ഇങ്ങനെ ഉണ്ട്, ഫ്ലവറിൻ്റെ ബാക്കിൽ ഇങ്ങനെ വാല് പോലെ കാണും. സാധാരണ നാടൻ വെറൈറ്റിയിൽ അങ്ങനെ ഇത്രയും വലിപ്പമൊന്നും പൂവിന് ഉണ്ടാവാറില്ല. ഇത് നല്ല വേരിഗേഷനൊക്കെ പോലെ ഈ പെറ്റൽസിനൊക്കെ വരുന്നുണ്ട്. ഇനി ഇതെങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ തണ്ടുകൾ തന്നെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു വേരുകൾ, ഓരോ സ്റ്റെമ്മിൻ്റെ നോഡുകളിൽ ഇതിന് റൂട്ടുകൾ ഉണ്ടാവും. അപ്പോൾ ആ റൂട്ടുകളുടെ തൊട്ട് താഴെ വെച്ച് കട്ട് ചെയ്തിട്ട് ആ റൂട്ടുള്ള ഭാഗം പോട്ടി മിക്സിലേക്ക് ഇറക്കി വെക്കാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിന് വേര് പിടിക്കും. അപ്പോൾ ഞാനിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നൊരു മെത്തേഡ് കാണിച്ചു തരാം. വളരെ ഈസിയാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു സാധനം നമ്മുടെ കയ്യിൽ വേണം. അതെങ്ങനെയാണെന്ന് കാണിക്കാം. നമ്മൾ ജിഫി ഉപയോഗിച്ചിട്ടാണ് ഇന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ജിഫിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പം നനവ് കൂടുതലാണ് എന്ന് വെള്ളം ഒഴിച്ചാൽ, അപ്പോൾ നമ്മൾ ഒരു 2-3 ദിവസത്തെ ഇടവേളയിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. ജിഫിയിൽ ഇത് നന്നായിട്ട് വേര് പിടിക്കും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മണലൊന്നും നമുക്ക് കിട്ടാനില്ല. ഞങ്ങളുടെ സ്ഥലത്താണെങ്കിൽ നല്ല ചെളി പോലുള്ള മണ്ണാണ്. അപ്പം അതിനകത്ത് പോട്ട് ചെയ്യുമ്പം നന്നായിട്ട് പിടിക്കും. പക്ഷേ പെട്ടെന്ന് ഇപ്പം മഴക്കാലമാണ്. അപ്പോൾ ഈ സമയത്തൊക്കെ പോട്ട് ചെയ്താൽ നമ്മൾ വെക്കുന്ന കമ്പുകളിൽ കൂടുതൽ കമ്പുകളും കേടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ജിഫിയിലാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചാൽ വേനലാകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ പ്ലാന്റ് കയറി വന്ന് ലഷായിട്ട് ഫ്ലവർ ചെയ്തൊക്കെ നിൽക്കും. അപ്പോൾ ബോർഡറൊക്കെ ചെയ്യാനൊക്കെ വളരെ നല്ല പ്ലാന്റാണ് നമ്മുടെ ചൈനീസ് ബോൾസം. നന്നായിട്ട് പെട്ടെന്ന് കിളിക്കും, അതേപോലെ തന്നെ നശിച്ചു പോകും. അപ്പോൾ നശിച്ചു പോകാതിരിക്കാനായിട്ടുള്ള ടിപ്സാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്ത് പോയാൽ ഒരു കാരണവശാലും പ്ലാന്റ് കേടാവത്തില്ല. അപ്പോൾ ജിഫിയിൽ പോട്ട് ചെയ്താൽ നന്നായിട്ട് റൂട്ട് വരും. റൂട്ട് വന്നതിന് ശേഷം നമുക്ക് മണലും ഈ പെർലൈറ്റൊക്കെ യൂസ് ചെയ്ത് ഈ പോട്ടെ മിക്സിൽ നട്ട് നല്ല രീതിയിൽ വളർത്താൻ പറ്റും. ഇനി ഇതിന് നമുക്ക് ഏതൊക്കെ ഫെർട്ടിലൈസർ കൊടുക്കണമെന്ന് നോക്കാം. അപ്പോൾ ഒരുപാട് ജൈവവളം കൊടുക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ തന്നെ വളരെ കുറച്ച് ചാണകപ്പൊടി അല്ലെങ്കിൽ വെർമി കമ്പോസ്റ്റ് മാത്രം ഉപയോഗിക്കുക. അതും വളരെ കുറച്ച്. പിന്നെ നമുക്കൊരു 15 ദിവസം കൂടുമ്പോൾ NPKയുടെ 19-19 ഇടയ്ക്ക് നമ്മൾ കലക്കി സ്പ്രേ ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ ചുവട്ടിൽ കുറച്ച് ഇട്ട് കൊടുക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് വളരെ സേഫ് ആയിട്ടുള്ളൊരു ഫെർട്ടിലൈസിങ് മെത്തേഡാണ്. ഈ NPK കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്ലാന്റിന് അങ്ങനെ കേട് വരാറേയില്ല, നന്നായിട്ട് പൂക്കുകയും ചെയ്യുന്നുണ്ട്. പൂക്കാനുള്ള ഫെർട്ടിലൈസറും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഓർക്കിഡിൻ്റെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ നമുക്ക് ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. ചൈനീസ് ബോൾസവും നന്നായിട്ട് ഫ്ലവർ ചെയ്യാനും ഗ്രോ ചെയ്യാനും NPK വളങ്ങൾ തന്നെ ധാരാളമാണ്. പിന്നെ ഞാൻ ഓർക്കിഡിൽ കൊടുക്കുന്ന എല്ലാ വളങ്ങളും മറ്റുള്ള പ്ലാന്റ്സിലും കൊടുക്കാറുണ്ട്. അപ്പം അതും പ്ലാന്റുകൾക്ക് നല്ലതാണ്. കോമൺ ആയിട്ട് നമുക്ക് NPKയുടെ 19-19 അല്ലെങ്കിൽ ഫ്ലവർ ചെയ്യാനായിട്ടുള്ള 13-27 കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്ത് കിട്ടും. പിന്നെ ലൈറ്റിൻ്റെ കാര്യം, ലൈറ്റ് വരുവാണെങ്കിൽ നല്ല ലൈറ്റാണ് ഇതിന് വേണ്ടത്. പക്ഷേ ഉച്ച സമയത്ത് ലൈറ്റ് വരുമ്പോൾ ഇത് നന്നായിട്ട് വാടി ഇങ്ങനെ കിടക്കുന്ന പോലെ തോന്നും. പക്ഷെ അത് കുഴപ്പമില്ല, ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്കും അത് നോർമലി തന്നെ റെഡി ആയിട്ട് വരും. അപ്പോൾ ലൈറ്റ് പക്ഷേ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഫ്ലവർ കിട്ടത്തുള്ളൂ. കുറച്ച് ഷെയ്ഡഡ് ഏരിയ ആണെങ്കിലും ഈ വെറൈറ്റികൾക്ക് അധികം പ്രശ്നം കാണാറില്ല. അത്യാവശ്യം ഫ്ലവർ നിൽക്കുന്നുണ്ട്. അപ്പം അത്യാവശ്യം കുറച്ച് ലൈറ്റുള്ള സ്ഥലത്ത് വെച്ചാൽ മതി. പക്ഷേ ഇൻഡോറിൽ വെക്കാൻ പറ്റത്തില്ല, കേടായിപ്പോവും. കുറച്ച് ലൈറ്റ് നമ്മുടെ പോർച്ചിൻ്റെയും അതുപോലെ നല്ല ലൈറ്റുള്ളതിൻ്റെ ഇടയ്ക്കുള്ള പോർഷനിലൊക്കെ ചെറിയ ലൈനായിട്ട് ബോർഡർ ചെയ്യാനൊക്കെ ഈ പ്ലാന്റ് വളരെ ഭംഗിയാണ്, വളരെ അട്രാക്റ്റീവാണ്. പല കളർ വെച്ചിട്ട് ഞാൻ ഓൾറെഡി മൂന്നാറിൽ
വീഡിയോ ചെയ്തപ്പോൾ മൂന്നാറിൽ ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയപ്പോൾ അവിടെ ഫുള്ള് ഈ ചൈനീസ് ബോൾസത്തിൻ്റെ പല വെറൈറ്റികൾ ഇങ്ങനെ ഒരുപാട് ഷേപ്പുകളിലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നമ്മൾ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ മുകളിൽ കാർട്ടിലായിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർക്ക് വേണമെങ്കിൽ അത് കണ്ടു നോക്കാം. ഒരുപാട് വെറൈറ്റി രീതികളിലൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് ഓരോ ഷേപ്പിൽ നമ്മുടെ ചൈനീസ് ബോൾസം സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ ഈ പ്ലാന്റിൻ്റെ സ്റ്റെമ്മിൽ ചെറിയ നോഡുകളുണ്ട്. അപ്പോൾ ഈ നോഡുകളുടെ തൊട്ട് താഴെയായിട്ട് കണ്ടോ ഇതുപോലുള്ള റൂട്ടുകൾ വരും. അപ്പോൾ ഈ റൂട്ടുകളൊക്കെ പെട്ടെന്ന് വേര് പിടിക്കുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ നോഡാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ നോഡ് വെച്ച് കട്ട് ചെയ്ത് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വേണം വെച്ച് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു പോർഷനെ വെച്ച് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ പ്ലാന്റ് ഇപ്പം നമ്മൾ കട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ ഇത് കണ്ടോ, ഇതിലൊരു പുഴു ഇരിക്കുന്നുണ്ടോ, അതായത് കണ്ടോ ഇതിൻ്റെ ഇലകൾ തിന്ന് നശിപ്പിക്കുന്നതാണ് കണ്ടോ. അപ്പോൾ 1-2 പ്ലാന്റ്സിലൊക്കെ ഈ പുഴുക്കൾ കയറിയിട്ട് നശിപ്പിച്ച് വെച്ചേക്കുന്നത് ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഈ ഇൻസെക്റ്റിനെ നമ്മൾ തടയാനായിട്ട് ഏതെങ്കിലും ഒരു ഇൻസെക്ടിസൈഡ് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 15 ദിവസം കൂടുമ്പോൾ അതിനെ അടിച്ചു കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റുകൾ നശിപ്പിച്ച് കളയും. ഇതിനെ നമുക്ക് ഒഴിവാക്കാൻ ജൈവ രീതിയിലാണെങ്കിൽ നമുക്ക് വേപ്പെണ്ണ ഉപയോഗിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസെക്ടിസൈഡ് കെമിക്കൽ ഏതെങ്കിലും കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, പല രീതിയിൽ ഓർക്കിഡിലെ പൂക്കൾ നശിപ്പിക്കുന്നതിനെയൊക്കെ ഓടിക്കുന്നതിനുള്ള. അപ്പം അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കിയിട്ട് അതുപോലെ ചെയ്യാം. അതല്ലെങ്കിൽ മാജിക്, കോൺഫിഡോർ അതുപോലുള്ള ഏതെങ്കിലും ഒരു കെമിക്കൽ ഇൻസെക്ടിസൈഡ് ഉപയോഗിക്കാവുന്നതാണ്. അത് നമുക്ക് ഒരാഴ്ചയിൽ ഒരു ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാകത്തില്ല. ഇപ്പം ഞാനത് ഇൻസെക്ടിസൈഡ് ഉപയോഗിച്ചിട്ട് ഏതാണ്ട് 2 ആഴ്ചയായി. അപ്പോഴത്തേക്ക് ഇതുപോലുള്ള പുഴുക്കളുടെ ശല്യമുണ്ട് ഇതിനകത്തൊക്കെ. ഇനിയിപ്പോൾ നമുക്കിതങ്ങ് കട്ട് ചെയ്തെടുക്കാം. പുഴുവിനെ ഞാനങ്ങ് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഒരു നീളത്തിൽ, ഏകദേശം നമ്മുടെ ഒരു വിരലിന് ഇത്തിരി കൂടെ പൊക്കമുള്ള നീളത്തിൽ നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാവേ. അപ്പോൾ ഈ സ്റ്റെമ്മിൻ്റെ ഇവിടെ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്യുവാണ്. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു കത്രികയാണെങ്കിൽ ഇതിൻ്റെ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം തന്നെ ഇത് നീളമുണ്ട്. ഇത്തിരി കൂടെ നീളം ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒരുപാട് നീളം കുറഞ്ഞു കഴിഞ്ഞാൽ ഈ നോഡുകൾ ഉണ്ടാവത്തില്ല. അപ്പോൾ നോഡിൻ്റെ അവിടെ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തേക്കുന്നത്, നോഡിൻ്റെ തൊട്ട് താഴെ വെച്ചിട്ട്. ഇനി വേണമെങ്കിൽ ഈ ലീഫ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ ഈ ലീഫിൽ ഒരു പുതിയ സ്റ്റെമ്മ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്യുന്നില്ല. അതും കൂടെ വെച്ചുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ അങ്ങ് കുത്തി വെക്കുവാണ്. അപ്പോൾ ഇതിനകത്തൊരു ഇലയുള്ളതിനെ മാത്രം നമുക്ക് കട്ട് ചെയ്യാം. ആ സ്റ്റെമ്മ് ഞാൻ കട്ട് ചെയ്യുന്നില്ല. ഇനി നമുക്കിതിനെ എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതുപോലത്തെ ഒരു 3 എണ്ണം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് 3 ഞാൻ ജിഫിയിലോട്ട് വെക്കുവാണ് കേട്ടോ. അപ്പോൾ ഈ നോഡുകൾ താത്ത് വേണം വെക്കാനായിട്ട്. നോഡിൻ്റെ അവിടെ നമ്മളുടെ ആ ഒരു പോട്ടി മിക്സ് വന്ന് നിൽക്കണം. അപ്പോൾ നമ്മൾ ജിഫിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്ത് വളർത്തിയ പ്ലാന്റുകളാണ് ഇതൊക്കെ. അപ്പം ഇത് വളരെ സക്സസ്ഫുള്ളായിട്ടുള്ളൊരു പ്രൊപ്പഗേഷൻ മെത്തേഡാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ പ്ലാന്റ് നമ്മൾ കെയർ ചെയ്യുകയും വളർത്തുകയും ചെയ്യാമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സീസൺ അല്ലാത്ത സമയത്തും ഈ ചൈനീസ് ബോൾസം വെറൈറ്റികൾ നന്നായിട്ട് ഫ്ലവർ ചെയ്യുകയും വളരുകയും ചെയ്യുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നും യൂസ്ഫുൾ ആയെന്നും കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മടി വിചാരിക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.